അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ മഹാനായ ഹാജി ഇബ്രാഹിം സാഹിബ് അവറുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അള്ളാഹു എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മഹത്തുക്കളെയും, ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ട എല്ലാവരെയും അള്ളാഹു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അന്ത്യദിനത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങളെ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക എന്നുള്ളതാണ് ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ അഷ്റാത്തു സാഅത്തി അസ്സുഗ്റ, അഷ്റാത്തു സാഅത്തിൽ കുബ്ര, ഈ രണ്ട് രീതിയിലാണ് അതിനെ തരം തിരിച്ചിട്ടുള്ളത്. ഇതിന് സാധാരണ നമ്മൾ ചെറിയ അടയാളങ്ങളെന്നും വലിയ അടയാളങ്ങളെന്നും ഒക്കെ പറയും. ഇതിനെ ചെറുതെന്നും വലുതെന്നും തരംതിരിച്ചത് ആ സംഭവത്തിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം എന്ന നിലയ്ക്ക് അല്ല എന്നാണ് അതിൻ്റെ വിശദീകരണം ഉലമാക്കളുടെ വചനങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകാവസാനത്തിൻ്റെ ഏറ്റവും ചേർന്നുണ്ടാകുന്നത് കുബ്രയായ അടയാളങ്ങളും അതിനു മുമ്പേ ഉണ്ടാകുന്ന ദീർഘമായ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ സുഗ്റയായ അടയാളങ്ങളും എന്നാണ് അതിൻ്റെ വ്യത്യാസം പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമാണല്ലോ സുഗ്റയായ അലാമത്തുകളിൽ ഒന്നാമത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോളം പ്രാധാന്യമുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രാധാന്യമല്ല കുബ്രയും സുഗ്റയും തമ്മിൽ തരംതിരിച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്ന അർത്ഥത്തിലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലിൻ്റെ വഫാത്തിനെയാണ് അഷ്റാത്തു സാഅത്തിൽ സുഗ്റയുടെ രണ്ടാമതായിട്ട് നമ്മൾ കാണാറുള്ളത്. ദീർഘമായ കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സുഗ്റയായ അഷ്റാത്തുകൾ എന്നും ലോകാവസാനത്തോട് വളരെ ചേർന്ന് ഉണ്ടാകുന്നതും ഒന്നുണ്ടായാൽ അതിനോട് തുടർന്ന് അടിക്കടി സംഭവിക്കുന്നതുമായ 10 കാര്യങ്ങളെ കുബ്രയായ അടയാളങ്ങളുമായിട്ട് ഉലമാക്കൾ വേർതിരിക്കുന്നുണ്ട്. സുഗ്റയായ അടയാളങ്ങൾ 3 വിഭാഗമായി തരംതിരിക്കാം. ഒന്നാമത്തേത് സംഭവിച്ച് കഴിഞ്ഞത്, മറ്റൊന്ന് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാൻ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത്, പ്രവാചകത്വം സംഭവിച്ചു കഴിഞ്ഞ സുഗ്റയായ ഒരു അലാമത്താണ്. ഇനി നമ്മൾ സാധാരണമായി കേൾക്കുന്ന അനേകം കാര്യങ്ങൾ, സംഭവിച്ചതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കുറേയേറെ കാര്യങ്ങളുണ്ട്. അൻ തലിദൽ അമതു റബ്ബതഹ, അല്ലെങ്കിൽ യതതാവലൂന ഫിൽ ബുന്യാൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സുഗ്റയായ അലാമത്തിൽ ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇമാം മഹ്ദിയുടെ ആഗമനം പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ സുഗ്റയായ അലാമത്തുകളെ 3 നമുക്ക് ഈ നിലയിൽ തരംതിരിക്കാം. ഇനി കുബ്രയായ അലാമത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെയും 2 തരംതിരിക്കാൻ കഴിയും. ഒന്ന്
അർളിയായത്, മറ്റൊന്ന് സമാവിയായത്. അഥവാ ഭൂമിയിൽ നടക്കേണ്ടുന്ന ചില സംഭവങ്ങളുണ്ട്, ആകാശത്തിൽ നടക്കേണ്ടുന്ന ചില സംഭവങ്ങളുണ്ട്. ഭൂമിയിൽ നടക്കേണ്ടുന്ന സംഭവങ്ങളാണ് ഖുറൂജു മസീഹ് ദജ്ജാൽ, യഅജൂജ് മഅജൂജ്. അതുപോലെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന 3 സംഭവങ്ങളുണ്ടാകും. ഒന്ന് മശ്രിഖിൽ, മറ്റൊന്ന് മഗ്രിബിൽ, മറ്റൊന്ന് അറേബ്യൻ നാടുകളിൽ. ജനങ്ങൾ ഭൂമിയിലേക്ക് ഒന്നായി വലിയൊരു സമൂഹം ആഴ്ത്തപ്പെടുന്ന സംഭവം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പിന്നെ ഖുറൂജു ദാബ്ബ, അതുപോലെ നാറുൻ തഹ്ഷുറുൻ നാസ, ജനങ്ങളെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീ പുറപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും പിന്നെ ആകാശത്ത് നടക്കേണ്ടുന്ന അഷ്റാത്തു സാആത്തുകളാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നുസൂല്, അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നത്, പിന്നെ അവസാന കാലത്തൊരു വലിയ പുക പുറപ്പെടും യമനിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം കുബ്രയായ അലാമത്തുകളിൽ പെട്ടതാണ്. ഇപ്പം ചുരുക്കത്തിൽ ഖിയാമത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് കുബ്രയായത്, മറ്റൊന്ന് സുഗ്റ. സുഗ്റയും കുബ്രയും തമ്മിൽ തരംതിരിക്കുന്നതിൻ്റെ മാനദണ്ഡം ഒന്ന് 1400 കൊല്ലം മുമ്പ് ആരംഭിച്ചതും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നതുമായ സംഭവങ്ങളെ സുഗ്റ എന്ന് പറയും. അവസാന ഘട്ടത്തിൽ വരുന്നതും ഒന്നുണ്ടായാൽ മറ്റൊന്നായി അടിക്കടി വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെ കുബ്രയായ അലാമത്തുകളെന്നും പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ അവസാനത്തിന് വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ രീതിയിലാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ലാ തഅതീഹിം ഇല്ലാ ബഗ്തതൻ. അതൊരു ക്ഷണനേരം കൊണ്ടാണ് വന്ന് തീർന്നു പോവുക. അവസാനം സംഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിൽ നമുക്ക് കാണാം. കച്ചവടത്തിന് വേണ്ടി എടുത്തു വച്ച സാധനം ഒന്ന് തിരിച്ചെടുക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ എല്ലാം അടിച്ചു തീർന്നു പോകും. ഇങ്ങനെ ക്ഷണനേരം കൊണ്ട് സംഭവിക്കാനുള്ളതാണ് ഈ ലോകാവസാനം എന്ന് പറയുന്ന സംഭവം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അലാമത്തുകളെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ലോകത്ത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോരോ അടയാളങ്ങൾ കാണുമ്പോഴും മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടി. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവസാന കാലം അടുത്തെത്തിയിരിക്കുന്നു, പക്ഷേ മനുഷ്യൻ ഇപ്പോഴും അശ്രദ്ധയിലാണ്. മനുഷ്യന്റെ അശ്രദ്ധയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ അടയാളങ്ങളെ അല്ലാഹു തആല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടയാളങ്ങൾ ചെറുത് പലത് കാണുകയും എന്നിട്ടും ശരിയായ ബോധത്തിലേക്ക് തിരിയാത്ത മനുഷ്യരെ അല്ലാഹു തആല അടിക്കടിക്ക് 10 കാര്യങ്ങൾ തുടർച്ചയായി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാ തകരാൻ പോകുന്നു, എല്ലാം തീരാൻ പോകുന്നു, അവസാനം സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന സമയം എത്തുന്നതോടുകൂടി മനുഷ്യൻ ഈ ലോകത്തിലുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ലോകത്തിൻ്റെ അവസാനം ഒരു ക്ഷണനേരം കൊണ്ട് വന്നവസാനിച്ചു പോകാനുള്ളതാണെങ്കിൽ അതിൻ്റെ അടയാളങ്ങളെ അല്ലാഹു തആല നൂറ്റാണ്ടുകളായി ലോകത്ത് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തെ വളരെ കൃത്യമായി അടിക്കടിക്കുള്ള അടയാളങ്ങളിലൂടെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ ചിന്തയെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അശ്രദ്ധയിൽ ആണ്ടുപോയ മനുഷ്യൻ്റെ ചിന്തകളെ പരലോക ബോധത്തിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ സംഭവങ്ങളുടെ ഈ ഒരു ക്രമത്തെ സംബന്ധിച്ച്, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ലക്ഷ്യമെന്താണ്? എന്തിനാണ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഒന്നാമതായി ഗൈബിയായ കാര്യങ്ങളെ വിശ്വസിക്കുക എന്നതാണ് ഈമാനിൻ്റെ അടിത്തറ തന്നെ. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ലോകത്തിങ്ങനെ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ റസൂലിൻ്റെ വചനം എന്ന നിലയിൽ അതിനെ സമ്പൂർണമായും അംഗീകരിക്കുക എന്നത്
ഗൈബിയായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ ദലായിലുകളാണിത്. ദലായിലുൻ നുബൂവ എന്ന പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പലയിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം പ്രവചനങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് ലോകത്ത് പുലർന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് കൃത്യമായി അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അറിയിപ്പാണെന്ന്. ആ നിലയിൽ കൂടി മനുഷ്യൻ്റെ ശ്രദ്ധയെ റസൂലിൻ്റെ നുബൂവത്തിൻ്റെ സത്യസന്ധതയിലേക്ക് തിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണിത്. നേരത്തെ ഉദ്ഘാടന പ്രഭാഷകൻ പാരായണം ചെയ്തതുപോലെ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു സദഖല്ലാഹു വറസൂലുഹു. ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ മുഅ്മിൻ ഇങ്ങനെ പറയും, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണല്ലോ ഇത്. ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു. റസൂല് പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ഓരോ അടയാളങ്ങളും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നമ്മൾ കാണുകയാണ് ഈ സംഭവത്തിലൂടെ. മറ്റൊന്ന്, മനുഷ്യൻ്റെ ശ്രദ്ധയെ നേരത്തെ പറഞ്ഞതുപോലെ പരലോക കാര്യത്തിൽ ഉണർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ലോകാവസാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചല്ലോ, എന്താണ് അതിനുവേണ്ടി നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ലോകാവസാനം ചർച്ച ചെയ്യുന്നത് തന്നെ ആ അവസാനത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. മഹാനായ ജഅഫർ സാദിഖ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ അള്ളാഹു ചെയ്യുന്ന ചില കാര്യങ്ങളുമുണ്ട്. നമ്മിലൂടെ അള്ളാഹു ലോകത്ത് നടപ്പിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളോട് അള്ളാഹു തല ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുമുണ്ട്. ദൗർഭാഗ്യവശാൽ മനുഷ്യൻ നമ്മിലൂടെ അള്ളാഹു ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് സമയം കളയുകയാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ അശ്രദ്ധയിലുമാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ഒരവസാനത്തെ സംബന്ധിച്ച് അടയാളങ്ങൾ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നന്നാക്കുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യം അതാണ്, നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അതാണ് ജഅഫർ സാദിഖ് റഹിമഹുല്ലാ വളരെ കൃത്യമായ ഒരു ഉദാഹരണത്തോടു കൂടി നമ്മളോട് പറഞ്ഞു തരുന്നത്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഉലമാക്കൾ എഴുതുന്നത് എല്ലാം മോശമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയുമല്ലോ, അതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ലോകാവസാനത്തിൻ്റെ അടയാളമായി പറയുന്ന കാര്യങ്ങളെല്ലാം എന്തോ മോശമായ സംഗതികളാണെന്നുള്ള ഒരു ധാരണയ്ക്ക് തിരുത്ത് ഉലമാക്കൾ പറയുന്നത്. കാരണം ഒന്നാമത്തെ അടയാളമായി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്താണ്. അതാണ് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ ഒന്നാമത്തെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് അനുഗ്രഹമാണ്. അപ്പം നല്ല കാര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ അധികവും മോശമായ കാര്യങ്ങളാണ്. എല്ലാം അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നതിൽ ചില തെറ്റുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി അടിസ്ഥാനപരമായി എങ്ങനെയാണ് നമ്മൾ ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നുണ്ട്, വല്ലദീ യംബഗി അൻ യുഖാല ബിഹി ഫീ ഹാദാ. ഇത്തരം ഹദീസുകൾ പറയുന്നിടത്ത് വളരെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, അന്നമ അഖ്ബറ ബിഹി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഫിതനി വൽ കവാഇനി അന്ന ദാലിക യകൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ളത്. വതഈനു സമനി ഫീ ദാലിക മിൻ സനതി കദാ യഹ്താജു. എന്നാൽ ഈ സംഭവം ഇന്ന വർഷത്തിലാണ് നടക്കുക, മറ്റേ കാര്യം ഇന്ന വർഷത്തിലാണ് നടക്കുക എന്ന് തീർത്ത് പറയാൻ പാടില്ല. അത് തീർത്ത് പറയുന്നത് അത്ര കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ ലോകാവസാനം എന്നാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യമാണ് ഈ ഓരോ സംഭവങ്ങളും ഏതെല്ലാം നിലയിൽ ലോകത്ത് പുലരുന്നു എന്നുള്ളത്. അതുകൊണ്ട് സലഫു സാലിഹ്യങ്ങളായ മഹത്തുക്കൾ ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമേ അത് ഇന്ന ഹദീസിൻ്റെ വിശദീകരണമാണെന്ന് പറയാറുണ്ടായിരുന്നുള്ളൂ. സംഭവം കൃത്യമായി സംഭവിക്കുകയും അതിൻ്റെ കൃത്യമായ സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് അത് സംബന്ധമായ ഹദീസുകളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം
വളരെ കൃത്യമായിട്ട് ഇതിന്ന സംഭവമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അതല്ലാതെ ഇന്ന സംഭവം ഇന്ന സമയത്ത് നടക്കും എന്ന് നേരത്തെ കൂട്ടി പറയുക, അല്ലെങ്കിൽ ഹദീസിനെ അതിൻ്റെ സൂക്ഷ്മതയില്ലാതെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നു. തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത്, കാരണം ഈ പറയപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുടെ പ്രാവർത്തിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളും കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹദി, ഇന്നയാൾ മഹദിയാണെന്നൊരാൾ പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം മഹദിയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ തന്നെ അടിസ്ഥാന കാരണം ഇമാം മഹദിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളും ഇമാം മഹദി എന്ന വ്യാജ പേരിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളുമാണ്. ഒരുപാട് ചൂഷണങ്ങൾ പല കാലങ്ങളിലായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് മഹദിയുടെ പേരിൽ. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്: ഒരു വ്യക്തി മഹദിയാണ് എന്നറിഞ്ഞാൽ ഈ ഉമ്മത്തിന് മുഴുവൻ ബാധ്യതയാണ് ആ വ്യക്തിയെ പിന്തുണയ്ക്കുക എന്നുള്ളത്. വെറും മഹദിയാണെന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം അല്ലാതെ ഈ വിഷയസംബന്ധമായി ഒരു വർത്തമാനം പറയാൻ നമുക്ക് അനുവാദമില്ല. കാരണം അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കൽ നിർബന്ധമായ പല കാര്യങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ആ കാര്യം കൃത്യമായി ഒരാൾ പറയുന്നു, മഹദിയാണെന്നൊരാൾ പറയുന്നു, മഹദി ആണ് എന്ന് ബോധ്യപ്പെട്ടവർക്കെല്ലാം അയാളെ പിന്തുണയ്ക്കണം. ഉലമാക്കൾ പറയുന്ന വേറൊരു കാര്യം, മഹദി ഇൻഷാ അല്ലാഹ് വിഷയം ചെറുതായിട്ടൊന്ന് വേറെ സൂചിപ്പിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം ഹദീസുകളുടെ നിജസ്ഥിതി അറിയുക എന്നുള്ളതാണ്. സാധാരണ ഒരു ചൊല്ല് പറയും, അസ്ബിത്തിൽ അർഷ സുമ്മൻ ഖുഷ്. ആദ്യം പലക ഉറപ്പിച്ചു വെക്കും, എന്നിട്ട് അതിൽ എഴുതിയാൽ മതി എന്നാണ് ഒരു അറബിയിലൊരു ചൊല്ല്. നമ്മളൊരു പടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ ഉദ്ദേശിക്കുന്ന ആ പലക ആദ്യം ഉറപ്പിച്ചു വെക്കണമല്ലോ. ആടിക്കൊണ്ട് നിൽക്കുന്നതിൽ കൊണ്ടുപോയിട്ട് പടം വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നീ ഹദീസ് ഉറപ്പിക്കും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ എന്ന് ഉറപ്പിക്കും. എന്നിട്ട് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പോകാൻ. ഹദീസ് തന്നെ ശരിയാണോ എന്ന് ഉറപ്പില്ലാതെ എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വിശദീകരണങ്ങൾ നടത്തുക? ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ല കുറച്ച് വിശദമായി തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യജിബുൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹബിഹി നഖലു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്, വിശ്വസിച്ചേ പറ്റൂ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. ഫീമാ ഷാഹദ്നാ വഗാബ അൻഹ, റസൂൽ പറഞ്ഞ കാര്യം നമ്മളുടെ കണ്ണിൽ കണ്ടെങ്കിലും കണ്ടില്ലെങ്കിലും വിശ്വസിക്കൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഓരോ റസൂലിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും അത് കൃത്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം അശ്റാത്തു സാഅത്ത് ആ വിഭാഗത്തിൽപ്പെട്ട കാര്യമാണ്, കൃത്യമായി നമ്മൾ ഉറപ്പിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ്. ഖുറൂജു ദജ്ജാൽ, നുസൂൽ ഈസ അലൈഹിസ്സലാം, അതുപോലെ പോകുന്ന മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി ഹദീസിനെ സംബന്ധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം അടുത്ത വിഷയത്തിലേക്ക് പോകാമെന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹദീസ് സഹീഹാണെന്ന് ഉറപ്പായാൽ തന്നെ ദജ്ജാൽ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ മഹദി എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അത് ആദ്യം അറിയണം. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. ആ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു ഹദീസ് മനസ്സിലാക്കാൻ തന്നെ അടിസ്ഥാനപരമായി ഏത് വിഷയത്തിലാണെങ്കിലും, അത് മഹദിയുടെ വിഷയത്തിലോ ലോകാവസാനത്തിൻ്റെ വിഷയത്തിലോ അല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ഹദീസ് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാന രീതി എന്താണെന്ന് വെച്ചാൽ ജംഉ തുറുഖാണ്. ഒരു വിഷയം, ഒരു ഹദീസ് വന്നു, ആ വിഷയ സംബന്ധമായി മറ്റ് ഹദീസുകളെല്ലാം ജംഉ ചെയ്യണം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഏറ്റവും സമർത്ഥമായി നിർവഹിച്ചിട്ടുള്ള കാര്യം അതാണ്. ഫത്ഹുൽ ബാരിയെ ഏറ്റവും പ്രത്യേകതയുള്ള ബുഖാരിയുടെ ഒരു ഷറഹാക്കി മാറ്റുന്ന കാര്യം അത് തന്നെയാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആ വിഷയ സംബന്ധമായി വന്ന മുഴുവൻ ഹദീസുകളും ഉദ്ധരിക്കും. എന്നിട്ടാണ് റസൂലിൻ പറഞ്ഞ ഈ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത്. ഇമാം അലി ഇബ്നുൽ മദീനി
ഇബ്നു ഹജർ തന്നെ, അതുപോലെ ധാരാളം പണ്ഡിതന്മാരുടെ വാക്കുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എല്ലാവരും പറയുന്നത് അൽ ഹദീസു ഇദാ ലം യുജ്മഅ തുർഖുഹു ലം യഫ്ഖഹുഹു. ഒരു ഹദീസിൻ്റെ മുഴുവൻ തുർക്കുകളെയും ജംഅ ചെയ്യാതെ ഈ ഒറ്റ ഹദീസ് എന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി കളയാമെന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹദീസിനെ കുറിച്ച് അറിയില്ല. ഹദീസ് അറിയണോ, ആ വിഷയ സംബന്ധമായ മുഴുവൻ ഹദീസുകളും ഒന്നായി എടുക്കണം. എന്നിട്ട് ഈ ഒരു വചനം എത്ര ഹദീസുകളിൽ വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതിൻ്റെ സാദൃശ്യതകൾ എന്തൊക്കെയാണ്, സമാനതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതിൽ നിന്നാണ് ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് വാക്കുകളെ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പ്രധാനമാണ്. ഈ ലോകാവസാനത്തെ സംബന്ധിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്കിങ്ങനെ കാണാം. അവസാന കാലമാകുമ്പോൾ യദ്ഹറുൽ ഇൽമു, അറിവ് വല്ലാതെ വർദ്ധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യദ്ഹറുൽ ഇൽമു. വേറെ ഒരു ഹദീസിൽ നേരെ തിരിച്ചു പറയുന്നുണ്ട്. എന്താണ്? യദ്ഹറുൽ ജഹ്ലു, ജഹ്ലു വർദ്ധിക്കും. വേറെ ഹദീസിൽ അറിവ് കുറയും. ഇത് മൂന്നും ഹദീസുകളാണ്. മൂന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ചാണ്. ഒരേ വാക്കിനെ തന്നെ വിരുദ്ധമായ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അറിവ് വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏതറിവാണ്? കുറയുമെന്ന് പറഞ്ഞാൽ ഏതറിവാണ്? ജഹില് കൂടുമെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ജഹിലാണ്? ഇതെല്ലാം ഈ ഹദീസിൻ്റെ തുർക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു വചനത്തെ നമുക്ക് കാണാം. ലോകാവസാനമാകുമ്പോൾ എഴുത്തുകാർ വല്ലാതെ വർദ്ധിക്കുമെന്ന്. എഴുത്തുകാർ ദുഹൂറുൽ ഖലം, എഴുത്തുകാർ കൂടും. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നാട്ടിൽ മുഴുവൻ അന്വേഷിച്ച് നടന്നാലും ഒരു എഴുത്തുകാരനെ കിട്ടുകയില്ല, അത്രത്തോളം എഴുത്തുകാരില്ലാതായി പോകുന്നു. ഇതെല്ലാം റസൂലിൻ്റെ വചനമാണ്. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഉലമാക്കൾ പറയുന്നുണ്ട്, എഴുത്തുകാർ കൂടുമെന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയാവുന്നവർ കൂടും. എഴുത്തുകാരൊന്നുമില്ല, കിട്ടാനില്ലാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞാൽ ഒരു കരാർ എഴുതണമെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഒരാൾ ഒരു നാട്ടിലില്ലാത്ത അവസ്ഥ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇപ്പോൾ രണ്ടും റസൂലിൻ്റെ വചനം ഒന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് എഴുത്തുകാരെ കുറിച്ചാണ് റസൂൽ ഇല്ലാതായി എന്ന് പറഞ്ഞത്? ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കരാറുകൾ, രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങളോ തമ്മിൽ നടക്കുന്ന ഒരു ഇടപാടുകളിൽ കരാർ എഴുതുക എന്നുള്ളതാണ്. ആ എഴുത്തുകളിൽ നല്ല മൂല്യബോധമുള്ള ആൾ വേണം. എന്ത് തട്ടിപ്പ് നടത്താൻ കഴിയും? നമുക്കറിയാമല്ലോ, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണ് എഴുത്തുകളെ തിരിമറി നടത്തുന്നതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്, എഴുതാൻ അറിയാവുന്ന അനേകം മനുഷ്യരുടെ ഇടയിൽ മൂല്യബോധമുള്ള ഒരൊറ്റ എഴുത്തുകാരനെ കിട്ടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം അത് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ജംഉ തുറുഖ്, അത് എല്ലാ ഹദീസുകൾക്കും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാ ഹദീസിലും വേണ്ടുന്നൊരു കാര്യമാണ്. ജംഉ തുറുഖില്ലാതെ ഒരാളൊരു ഹദീസ് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഇമാം ഇബ്നു ഹജർ, അലി ബിൻ മദീനിയെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ഈ വിഷയത്തിലെ അവസാന വാക്കുകൾ പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് തഹ്ഖീഖുൽ വാഖിഅണ്. ഒരു സംഭവം നടക്കുമ്പോൾ മഹ്ദി വന്നു എന്ന് തീരുമാനിക്കലല്ല. ആ സംഭവം എന്താണ്, ആ സംഭവത്തിൻ്റെ വിവിധ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് നമുക്കറിയാം. ഈ ഇബ്നു ഖൽദൂൻ നല്ലൊരു ചരിത്ര നിരൂപകനാണ്. ചരിത്ര നിരൂപകൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട രണ്ട് ചരിത്ര നിരൂപകരാണ്. ഒന്ന് മഹാനായ ഇമാം ദഹബിയാണ്, മറ്റൊന്ന് ഇബ്നു ഖൽദൂനാണ്. ഇമാം ദഹബി നഖ്ലിയായിട്ട് ഹദീസ് ചരിത്രത്തെ നിരൂപണം ചെയ്തയാളാണ്. എന്ന് പറഞ്ഞാൽ വിവിധ സംഭവങ്ങളുടെ സമാനതകളെല്ലാം ഉദ്ധരിച്ച് അതിലെ ശരിതെറ്റുകൾ വിശദീകരിക്കുന്ന ഒരു രീതിയാണ് ഇമാം ദഹബി സ്വീകരിച്ചത്. ഇബ്നു ഖൽദൂൻ അങ്ങനെയല്ല. വളരെ ബുദ്ധിപരമായിട്ട് ചരിത്രത്തെ, അഖ്ലിയായിട്ട് ചരിത്രത്തെ നഖ്ദ് ചെയ്ത ആളാണ് ഇബ്നു ഖൽദൂൻ. ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഒരു കാര്യം ഇന്നലകളുടെ സംഭവം പറയണമെങ്കിൽ, നാളകളുടെ സംഭവം പറയണമെങ്കിൽ അവർക്ക് വർത്തമാനകാലത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു സംഭവം നമുക്കറിയാലോ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു ചാനൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കോലത്തിലായിരിക്കും, വേറൊരാൾ വേറൊരു കോലത്തിലായിരിക്കും. റിപ്പോർട്ടർമാരുടെ സ്വാധീനങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ കടന്നുകൂടാത്ത ഒരു റിപ്പോർട്ടുകളുമില്ല എന്ന്
ഇബ്നു ഖൽദൂൻ എഴുതുന്നുണ്ട്. പഴയകാല ചരിത്രത്തെ സംബന്ധിച്ച് ഒരാൾ പഠിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഒരു സംഭവം ഓരോ റിപ്പോർട്ടുകൾ എത്ര വിരുദ്ധമായിട്ടും എത്ര വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതേ സ്വഭാവങ്ങളെല്ലാം എല്ലാ സംഭവങ്ങളുടെ റിപ്പോർട്ടുകളിലും ഉണ്ട്. ഇപ്പോൾ ഒരു സംഭവം എവിടെയെങ്കിലും നടന്നത് കേൾക്കുമ്പോൾ അതാ വന്നു മഹദി, അതാ വന്നു ഈസ എന്ന് തീരുമാനിക്കലല്ല. എന്താണ് ആ സംഭവത്തിൻ്റെ നിജസ്ഥിതി കൃത്യമായി അറിഞ്ഞതിന് ശേഷമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വചനത്തെ ആ സംഭവമായി ചേർത്ത് വെച്ച് നിങ്ങൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും നിൽക്കരുത് എന്ന് ആ വിഷയ സംബന്ധമായി അതിൻ്റെ വചനങ്ങളെല്ലാം കൃത്യമായി ഉദ്ധരിക്കാനുള്ള സമയക്കുറവുണ്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ സംഭവങ്ങൾ അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി അറിയണം, ഹദീസിൻ്റെ നിജസ്ഥിതി കൃത്യമായി അറിയണം, ഹദീസിൽ ആ വചനം കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അല്ലെങ്കിൽ ഏത് സംഭവത്തെയാണ് എന്ന് കൃത്യമായി അറിയണം. ഇതെല്ലാം പ്രധാനമാണ്. മറ്റൊരു കാര്യം ആലങ്കാരികതകളാണ്, വചനങ്ങളിലെ ആലങ്കാരികതകൾ. ഈ അലങ്കാരം സാധാരണ നമ്മൾ പറയും മജാസ്. പെട്ടെന്ന് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അബദ്ധം പറ്റിയാൽ പരിഹരിക്കുന്ന ഒരു സാധനമാണ് അത് മജാസിയായിട്ട് പറഞ്ഞാണെന്ന് പറയും. മജാസ് ആയ പ്രയോഗത്തിന് കൃത്യമായ നിയമങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു കാര്യം മജാസ് ആകുന്നത്? കിട്ടുന്നതിനെ മുഴുവൻ മജാസ് ആക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ദജ്ജാൽ മജാസാണ് എന്ന് പറഞ്ഞു പരത്തുന്ന ആൾക്കാരുണ്ട്. ദജ്ജാൽ അങ്ങനെ ഒന്നുമില്ല, അതൊരു ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഒറ്റക്കണ്ണനെന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ദജ്ജാലിനെ അടക്കം മഹ്ദിയെ അടക്കം വ്യാഖ്യാനിച്ച് അതിനെയൊക്കെ മജാസാക്കി വെച്ചവരുണ്ട്. എപ്പോഴാണ് ഒരു കാര്യത്തെ മജാസാക്കേണ്ടത്? അതിൻ്റെതായ തത്വമുണ്ട്. പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യണം. എന്നാൽ വചനങ്ങളിൽ മജാസ് ഇല്ല, ഉണ്ട് താനും. ആലങ്കാരികമായ പ്രയോഗങ്ങളില്ലാത്ത ഒരു ഭാഷയില്ല. അറബി ഭാഷയും അതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് പറഞ്ഞല്ലോ, നിങ്ങളിൽ ആദ്യമായി എന്നിലേക്ക് എത്തിച്ചേരുന്നത് കൈ നീളമുള്ള ആളായിരിക്കുമെന്ന് അസുവാജുകളോട് പറഞ്ഞപ്പോൾ അവർ കൈകളുടെ നീളം വെച്ച് നോക്കിയെന്ന് ഹദീസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെ അവർ ഹഖീക്കത്തായിട്ടെടുത്തു. സത്യത്തിൽ അതൊരു മജാസിയായ പ്രയോഗമായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കും ആദ്യമായി വഫാത്താകുന്നത് എന്നാണ് അസ്വാജുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ശരിക്കും അതൊരു ആലങ്കാരികമായ പ്രയോഗമായിരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തു. അങ്ങനെയും സംഭവിക്കാം. എന്നാൽ കൃത്യമായി അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടുന്ന വാക്കുകളെല്ലാം നമ്മുടെ ബുദ്ധിക്ക് തികയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആലങ്കാരികമാക്കുന്ന പരിപാടിയും ഹദീസിൻ്റെ ഈ വിശദീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യങ്ങളായിരിക്കാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മനുഷ്യന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത നുബുവത്തിൻ്റെ നാവായതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ലേ ഒരു മുഅ്മിൻ ഈമാൻ ബിൽ ഗൈബ് എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ, അദൃശ്യം അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്നില്ല എന്ന് വെച്ചിട്ട് അതിനെല്ലാം മജാസാണ്, ആലങ്കാരികമാണ്, അതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് തള്ളാൻ പറ്റില്ല. അതിന് അതിൻ്റേതായ നിയമങ്ങളും മര്യാദകളുമുണ്ട്. അത് പാലിച്ചിട്ട് മാത്രം ആലങ്കാരികതയിലേക്ക് പോവുക. ഇല്ലെങ്കിൽ റസൂലിൻ്റെ വാക്കിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്ത് ദജ്ജാൽ പോലെ മഹ്ദി പോലെ അന്യത വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു വിഷയം ഗുണദോഷങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് ഗുണം, അതുകൊണ്ടൊരു പ്രത്യേകമായ പ്രയോജനം കാണുന്നില്ലെങ്കിൽ അത് വിട്ടുകളയുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് സന്ദർഭം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, വെച്ചിരിക്കുകയാണ് എൻ്റെ കയ്യിൽ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. എന്നിട്ട് ഇംറത്തു സിബിയാൻ, കുട്ടികൾ അധികാരികളാകുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. അഥവാ ബനു ഉമയ്യയുടെ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന
ചില ഭരണാധികാരികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ അതിൻ്റെ ചർച്ചയ്ക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വചനമായിട്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടതില്ല. നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ ഉതകുന്ന വചനങ്ങൾ എന്ന രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വേറൊരു കാര്യം സമാനതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ സമാനതകൾ. ഇമാം മഹ്ദിയെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങളുടെ തന്നെ അതേ സ്വഭാവത്തിൽ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമാനതകൾ ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ പെട്ടെന്ന് തീരുമാനം പറയേണ്ടതില്ല, മനസ്സിലാകുന്നില്ല, അവിടെ വെച്ചേക്കുക. അറിയാവുന്ന ആൾക്കാർ ചെയ്തോളൂ. നമ്മൾ തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ ഇത്തരം പറയപ്പെട്ട കാര്യങ്ങളുടെ സമാനതകളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ വിഷയം അവിടെ അവസാനിപ്പിച്ചേക്കുക. അപ്പം അതുപോലെ തന്നെ പല സംഭവങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമാനതകളുള്ളതുണ്ട്. ഇനി ഒരേ സംഭവം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പല ആവർത്തി നടന്നതുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഫതഹ് ബൈത്തുൽ മുഖദ്ദസ് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഫതഹാണോ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലുള്ള ഫതഹാണോ, അതല്ല ഇനി വരാനിരിക്കുന്ന, ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലല്ല, ഇനി വരാനിരിക്കുന്ന ഫതഹാണോ ഉദ്ദേശിക്കുന്നത്? ഏതാണ്? ഒരേ സംഭവം തന്നെ ചരിത്രത്തിൽ പല ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിൽ ഏതാണ് റസൂൽ പറഞ്ഞ അടയാളം എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കാൻ ധൃതി ആക്കേണ്ട കാര്യമില്ല. വളരെ സാവകാശത്തിൽ അവധാനതയോടുകൂടി ആ കാര്യം മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിടത്ത്, ഇബ്നു സയ്യാദിനെ കുറിച്ച് പറഞ്ഞിടത്ത് സമാനതകളുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്? അത് അദ്ദേഹമാണെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അദ്ദേഹം അല്ലെങ്കിലോ, ദജ്ജാൽ അല്ലെങ്കിലോ, നീ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, ആ വിഷയം വിട്ടേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലളിതമായി ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ അവ്യക്തതകൾ തോന്നുന്നിടത്ത് കാര്യങ്ങൾ വിട്ടേക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. മറ്റൊന്ന്, പ്രമാണം നബിവചനമാണ്, അല്ലെ ഖുർആനാണ്. അതിനനുസരിച്ച് കൃത്യതയിൽ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വിശദീകരണമാണ് ഇത് എന്ന് ഗ്രഹിക്കുക എന്നല്ലാതെ, ഒരു സംഭവം വേറൊരു കോലത്തിൽ നടന്നപ്പോൾ ആ സംഭവത്തിനെ നമ്മൾ ഹദീസിലേക്ക് കൊണ്ടുവന്ന് ഒപ്പിക്കാൻ വേണ്ടി ഹദീസിന് തെറ്റായ ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്ന രീതികൾ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. അതൊന്നും ഈ വിഷയത്തിൽ സ്വീകരിക്കാനേ പാടില്ലാത്ത കാര്യമാണ്. സംഭവങ്ങളെ കൃത്യമായി അറിയുക, ഹദീസ് കൃത്യമായി അറിയുക, ഹദീസിന് അങ്ങനെ തന്നെ നിൽക്കേണ്ടത്, അതിന് മാറ്റമൊന്നും വരേണ്ടതില്ല. ആ സംഭവം കൃത്യമായി ഇതിനോട് യോജിക്കുന്നില്ലേ, ആ സംഭവം പിന്നീട് വരാനുള്ളതാണെന്ന് മനസ്സിലാക്കി വിട്ടേച്ചാൽ മതി. ഇതിനെ കഷ്ടപ്പെട്ടിട്ട് ആക്കി കൂട്ടി എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ധൃതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് സാവധാനത്തിലായിക്കോട്ടെ കാര്യങ്ങൾ. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ ലോകത്തടക്കാതിരിക്കുന്ന എല്ലാ പ്രശ്നവും റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയും മനസ്സിലാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പല സംഭവങ്ങളും ലോകത്ത് നടക്കാം. എല്ലാം റസൂൽ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന വിചാരവും വേണ്ട. അതും ഉലമാക്കൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദ്ദിസു അന്നാസ ബിമാ യഅലമൂൻ, അല്ലെങ്കിൽ കല്ലിമുന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ദുർഗ്രാഹ്യമായ കാര്യങ്ങൾ തലയിലിട്ട് അടിച്ചേൽപ്പിച്ചിട്ട് വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാര്യവും ഇതിനോടൊപ്പം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇനി തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന ചില ഉപദ്രവങ്ങളുണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: ഇന്ന തൻസീല നുസൂസ് ശർഇയ്യത്തിൽ മുതഅല്ലിഖത്ത് ബിൽ ഫിത്രി വൽ മലാഹിമി അലാ മാ യഖഉ മിനൻ നവാസിലി മഅൽ ഖത്ഇ ബിദാലിക ദൂന ശക്കിൻ വലാ തറദ്ദുദിൻ. ഒരു സംഭവം നടക്കുമ്പോൾ ഇത് ഇന്ന റസൂലിൻ്റെ വചനം തന്നെയാണ് എന്ന് തീർത്തു പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് അറിയാത്ത വർത്തമാനം പറയുന്നതിൻ്റെ സ്ഥാനത്താണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ ആയത്ത് കൃത്യമായി ഓർമ്മയിൽ വേണം, അത് വെച്ചിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാനെന്ന് അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ
നമ്മൾ പൊതുവായി നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ഹദീസ് വ്യാഖ്യാതാക്കളെല്ലാവരും വളരെ വിശദമായിട്ട് വിശദീകരിക്കും എല്ലാ മസലയും. വുദൂവിനെ കുറിച്ച് അതുവിൻ്റെ ഓരോ മസലകൾ എത്ര വിശദമായിട്ടാണ് പറയുന്നത്. നിസ്കാരത്തിലേക്ക് കടന്നാൽ പിന്നെ സക്കാത്ത്, ഹജ്ജ് എല്ലാം വിശദീകരിക്കും. എന്നാൽ നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയുണ്ട്. ഫിത്തന് മലാഹിമിൻ്റെ അധ്യായത്തിലെത്തിയാൽ എല്ലാ ഹദീസ് വ്യാഖ്യാതാക്കളും പൊതു സ്വഭാവം അവസാനിപ്പിക്കും. അവരെന്താ ചെയ്യുക? ഈ സംഭവം ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, ആ വാക്കിൻ്റെ ലബ്ത്ത് എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇത് മാത്രം പറയുക, പോവുക എന്നുള്ളതാണ്. അവരങ്ങനെ വിട്ടുപോകുന്നു. അവർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് മനുഷ്യനെ തശ്വീഷാക്കേണ്ട ഒരു കാര്യം അല്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് ഹദീസ് വ്യാഖ്യാതാക്കളെല്ലാവരും, ഇപ്പോൾ സാധാരണ നമ്മുടെ ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർക്ക് അറിയാമല്ലോ, ഹദീസിൻ്റെ ഏത് ബാബുകൾ എടുക്കണമെങ്കിലും വലിയ പ്രയാസമില്ല. പക്ഷേ ഫിത്തനും മലാഹിമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അടുത്ത ഉസ്താദ് ആ ഉസ്താദ് എടുത്തോട്ടെ എന്ന് പറയും. അതാണ് ഒഴിവാക്കല പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഇതിൻ്റെ വിശദീകരണം ഏത് ഹദീസ് കിതാബ് നോക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു വിശദീകരണം, ശ്രോതാക്കളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു വിശദീകരണം ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തിൽ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത്രമേൽ ബോധ്യമുള്ള കാര്യമേ പറയാവൂ എന്ന് നമ്മളുടെ മുൻഗാമികൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നതുകൊണ്ടാണ് അവരത് പറയാതെ വിട്ടത്. അല്ല നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് പോകാൻ അറിയാത്തതുകൊണ്ടല്ല. ആ ഒരു സൂക്ഷ്മത ഈ തരം ഹദീസുകളെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി സാന്ദർഭികമായ മഹദിയെ സംബന്ധിച്ച് ഒന്ന് ചെറുതായി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. മഹദി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഷക്കീൽ ബിൻ ഹനീഫ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ, ഫസാദുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ മുർത്തദാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നവരെല്ലാം അതിൻ്റെ പുറകെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഹദി, ഉലമാക്കൾ മഹദിയെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രത്യേകത, മഹദിയുടെ ആഗമനം ഉണ്ടായാൽ സാധാരണയിൽ സാധാരണക്കാർക്ക് പോലും ആ വ്യക്തിയെ മനസ്സിലാകും എന്നതാണ് ഉലമാക്കൾ പറയുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം മഹദി എല്ലാവരാലും പിന്തുണയ്ക്കപ്പെടേണ്ടുന്ന ഒരാളാണ്. ഒരു വലിയ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഇമാം മഹദി വരാൻ പോകുന്നത്. മഹദിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കൊന്നും തൽക്കാലം നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇമാം ഷൗക്കാനിയെ പോലെ മറ്റ് പല പണ്ഡിതന്മാരും 50ഓളം ഹദീസുകൾ മഹദിയുടെ വിഷയത്തിലുണ്ട്. അതിൽ 30ഓളം ഹദീസുകൾ സഹീഹാണ്, കുറ്റമറ്റ രീതിയിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് മഹദിയുടെ വിഷയത്തിൽ സംശയിക്കാനൊന്നുമില്ല എന്ന് അനേകം ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. മറുഭാഗത്തും അഭിപ്രായക്കാരുണ്ട്. എന്തെങ്കിലും ആകട്ടെ, ഏതായാലും ഇമാം മഹദിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, മഹദിയുടെ ആഗമനം ഉണ്ടാകുമ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന പോലുള്ള അവ്യക്തതകളൊന്നുമല്ല, എല്ലാവർക്കും അത് മനസ്സിലാകും. ഒരു വലിയ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ നിയോഗമുണ്ടായിരിക്കുന്നു എന്ന് ലോകത്തിലെ മുസ്ലിമീങ്ങളായ സാമാന്യ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു രൂപത്തിലായിരിക്കും മഹദിയുടെ വരവ് എന്നാണ്. അല്ലാതെ ആരെങ്കിലുമൊക്കെ ഞാൻ മഹദിയാണ്, ഞാൻ ഈസയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് സമൂഹത്തെ ഇർത്തിദാദിലേക്ക് കൊണ്ടുപോകുന്ന അതിനുള്ള ഒരു ഉപകരണമല്ല മഹദി. മഹദിയെക്കുറിച്ചും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഇമാം മഹദി ഒരു വസ്തുതയാണ്. അതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നുസുൽ. ഇപ്പോൾ ഖാദിയാനി വന്നത് മഹദിയാണ്, ഞാൻ ഈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അന്നേരം അതിൻ്റെ കൂടെ കൂടാൻ ആളുണ്ടായി. ഇങ്ങനെ ഒരു ഭാഗത്ത് സ്വയം അവരോധിക്കപ്പെടുന്ന മഹദികൾ, പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും രണ്ട് പടക്കം പൊട്ടിച്ചു കഴിയുമ്പോൾ മഹദി വന്നു കഴിഞ്ഞിരിക്കുന്നു. സദ്ദാം ഹുസൈനൊക്കെ ഒരു കാലത്ത് മഹദിയായിരുന്നു. ഇങ്ങനെ മഹദിയെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക, മഹദി സ്വയം അവരോധിക്കുക, ഇതൊക്കെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവ്യക്തതയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല മഹദിയും ഈസയും അലൈഹിമുസ്സലാം. അത് വളരെ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും. അതുകൊണ്ട് മഹദിയെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയും, മഹദിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, മഹദി ഒരു തെറ്റാണ്, ഒരു സങ്കല്പമാണ്. കാരണം മഹദിയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾ പിന്നെ ഇനി മഹദി വന്നിട്ടേ ശരിയാവുള്ളൂ, നമ്മളെന്താ ഇനി ചെയ്യാനുള്ളത്, നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം മഹദി വന്ന് ചെയ്തോളും എന്ന് വിചാരിച്ചൊരു വിഭാഗം നെഗറ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹദിയെക്കുറിച്ച് പറയേണ്ടെന്നാണ് ചിലർ പറയുന്നത്. മഹദി അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും മഹദിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മഹദി ഒരു വസ്തുതയാണ്.
മഹദിക്ക് പിന്തുണ സാധാരണ ജനങ്ങളാണ്, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളാണ്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്തുണ നൽകിയത് ഒന്ന് ബിനസ്രി, അള്ളാഹിൻ്റെ സഹായം കൊണ്ടാണ് പിന്തുണച്ചത്. മറ്റത് വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള പിന്തുണയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. എന്ന് പറഞ്ഞതുപോലെ സാധാരണ മുഅ്മിനീങ്ങളുടെ മുഴുവൻ പിന്തുണ ലഭിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് മഹദി. ആ നിലയിൽ മഹദി വളരെ കൃത്യമായി അറിയപ്പെടുന്ന ഒരാളായിരിക്കും. ഇബ്രാഹിം ഇബ്നു മൈസറ പറയുന്നുണ്ട്, ഞാൻ താവൂസിനോടൊരിക്കൽ ചോദിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹദിയാണോ എന്ന്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ലോക ചരിത്രത്തിൻ്റെ ഒരു മഹാ അത്ഭുതമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ മുഅ്ജിസത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാം ലോകത്തിന് കാണിച്ച ഒരു മഹാത്ഭുതമെന്നാണ്. അത്ര വലിയ, അഥവാ ഒരു 2 കൊല്ലം കൊണ്ട് ചരിത്രത്തെ അടിമുടി മാറ്റിയ ഒരു അത്ഭുതമായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലായെ സംബന്ധിച്ച് താവൂസ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ താബിഇയോട് ചോദിക്കുകയാണ്, ഇദ്ദേഹമായിരിക്കുമോ മഹദി എന്ന്. അപ്പോൾ താവൂസ് ഇമാം പറഞ്ഞൊരു മറുപടി, അല്ല, ഇദ്ദേഹമല്ല മഹദി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ലം യസ്തക്മിലിൽ അദ്ല, അദ്ദേഹത്തിലൂടെ അതിൽ പൂർണ്ണമായിട്ടില്ല. ആരിലൂടെ? ഉമർ ബിൻ അബ്ദുൽ അസീസിലൂടെ അതിൽ പൂർണ്ണമായിട്ടില്ല. കാരണം യംലഉൽ അർള അദ്ലൻ, മഹദിയിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടത് ലോകം മുഴുവൻ അതിലാണ്. കമാ മുലിഅ ജൗറൻ, ലോകം മുഴുവൻ അക്രമം നിറഞ്ഞു നിൽക്കുമ്പോൾ ലോകത്ത് മുഴുവൻ നീതി സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന മഹദി ഈ ഉമവി ഭരണകൂടത്തിൻ്റെ പ്രദേശങ്ങളിൽ മാത്രം നീതി സ്ഥാപിച്ച ഒരു ഉമർ ബിൻ അബ്ദുൽ അസീസിനെ എങ്ങനെ മഹദിയോട് തുല്യതപ്പെടുത്താൻ കഴിയുമെന്നാണ് താവൂസ് റഹിമഹുല്ല ചോദിക്കുന്നത്. വളരെ കൃത്യമാണ് ആ ചോദ്യം. അങ്ങനെ മഹദിയെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, കാണുന്ന കള്ളനാണയങ്ങളുടെയൊക്കെ പിറകെ കൂടുക എന്ന് പറയുന്നത് അപകടമായ കാര്യമാണ്. വിഷയം വളരെ വിശാലമാണ്. ഏതായാലും ഫിത്തനയെ സംബന്ധിച്ചും കൂടെ ലളിതമായി ഒന്ന് സൂചിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഫിത്തനകൾ. ഫിത്തന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് മനസ്സിലാകാത്തൊരു സാധനമാണ്. എന്താണെന്നൊന്നും മനസ്സിലാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, സതകൂനു ഫിത്നതുൻ ബകുമാഉ സമ്മാഉ അംയ, ഒന്നും കണ്ടറിയാൻ കഴിയാത്ത, അന്ധനും ബദിരനും മൂകനുമായ എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യൻ പെട്ടുപോകും. ആ സമയത്ത് അൽ ഖായിദു ഖൈറുൻ മിനൽ ഖായിമി വൽ ഖായിമു ഖൈറുൻ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ നല്ലത്, കിടക്കുന്നവനാണ് ഇരിക്കുന്നവനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളായിട്ട് കുഴപ്പങ്ങൾക്കൊന്നും പോകണ്ട, മിണ്ടാതെ നമ്മുടെ അവനവൻ്റെ ജോലി നോക്കിയിരുന്നാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ലോകത്ത് രൂപപ്പെട്ടു വരുന്ന പല കരാറുകളും കൃത്യമായ ഓരോരുത്തരുടെ താല്പര്യത്തിൻ്റെ പേരിലുണ്ടാകുന്ന കരാറുകളായിരിക്കും അവസാന സമയത്ത് എന്ന്. പല സന്ധികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസികൾ പറഞ്ഞു, ഈ സന്ധികളൊന്നും സത്യസന്ധമായിരിക്കില്ല. അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന സന്ധികളൊന്നും സത്യസന്ധമായിരിക്കില്ല. ഓരോ സന്ധിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ടാകും, അവരവരുടെ താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യം കഴിഞ്ഞാൽ ഉടനെ ആ സന്ധി ലംഘിക്കപ്പെടും. അത്ര പെട്ടെന്നാണ് വാക്കുകൾക്ക് വിലയില്ലാതാകുന്നൊരു സമൂഹത്തിലൂടെയാണ് ഇനി സന്ധികൾ നടക്കാൻ പോകുന്നത്. ഒന്നും കാര്യങ്ങൾ മനസ്സിലാകാത്ത ഒരു ഫിത്നയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഒന്നും തീർത്തു പറയാൻ നമുക്ക് കഴിയില്ല, എല്ലാം അവ്യക്തത. എന്താണ്? കഖിതഇൽ ലൈലിൽ മുദ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇരുളിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ കുറേ ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്നുണ്ട്. കുറ്റാകൂരിരുട്ടിൻ്റെ ഉള്ളിൽ കുറേ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇത് ആരുടേത്, എന്തിൻ്റെ ശബ്ദം എന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടമാണ് അഭിമുഖീകരിക്കാനിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത് റസൂൽ പറഞ്ഞ ആ സംഭവമാണ്, ഇത് റസൂൽ പറഞ്ഞ മറ്റേ സംഭവമാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. സർവത്ര അവ്യക്തതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുണ്ടോ? ഫിത്നകളെക്കുറിച്ച് കാവൽ ചോദിച്ചോ? ദജ്ജാലിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, നിങ്ങൾ ഫിത്നകളുടെ അവസ്ഥയിൽ നിന്നും കാവൽ ചോദിക്കണം എന്നാണ്. മറ്റൊന്ന്, നിങ്ങൾ വീടുകളിലിരുന്നോളൂ, പുറത്തിറങ്ങി നടക്കണ്ട. ഇൽസം ബൈതക്, വീട്ടിലിരുന്നോളൂ. ഫിത്നയുടെ സമയത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. വംസിക് അലൈക്ക് ലിസാനേക്ക്, വർത്തമാനം നിർത്തിക്കോ. വബിക്ക് അല ഹതിയത്തെ, പാപങ്ങളെ ഓർത്ത് കരഞ്ഞോ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഇബാദത്തുകൾ നിങ്ങളാൽ ആവുന്നതുപോലെ ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇബാദത്തുകൾ നല്ല കാര്യങ്ങൾ ആവുന്നതുപോലെ ചെയ്യുക. ഫിത്നയുടെ സമയത്ത് ചെയ്യാനുള്ള മറ്റൊരു കാര്യം അതാണ്. അതുപോലെ റസൂലിൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്. നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, ഖുലഫാഇർ റാഷിദുകളുടെ സുന്നത്തിനെ. ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്ത അവ്യക്തതയുടെ നടുവിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഫിത്നയിൽ നിന്നും അനാവശ്യമായ സംസാരങ്ങൾ നിർത്തുക. വെറുതെ വേണ്ടാത്ത വിഷയങ്ങൾ കയറി ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നന്മകളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. ഇതെല്ലാമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നാം പാലിക്കേണ്ടത്. നിശ്ചയിക്കപ്പെട്ട സമയം അവസാനിച്ചു. ഏതായാലും ഇതിലൂടെ, ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയെല്ലാം പിന്തുണയ്ക്കാനും എല്ലാം ഈസാ നബിയാണെന്നും മഹ്ദിയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തി കളയേണ്ട. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ലിഅറദിൻ മിനദ്ദുനിയ. ലൗകികമായ ചില്ലറ കാശിന് വേണ്ടിയിട്ട് വിശ്വാസത്തെ ഒന്നായി വിട്ടുകളയുന്ന, രാവിലെ മുസ്ലിം വൈകുന്നേരം കാഫിറും, വൈകുന്നേരം കാഫിറും രാവിലെ മുസ്ലിമുമായി മാറുന്ന ഇങ്ങനെ അത്ഭുതകരമായ വിശ്വാസ വൈകല്യങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. കാണുന്ന കള്ളനാണയങ്ങളുടെ പിറകെ കൂടരുത്. ഇതാണ് ഈ ചർച്ചയുടെ ആത്യന്തികമായി ലക്ഷ്യമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ.